മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബയോളജി എന്താന്നുള്ളത് പറയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണല്ലോ ബയോളജി. അപ്പം ബയോളജി എന്താന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് റീപ്രൊഡക്ഷൻ എന്താന്നുള്ളതിലേക്ക് കിടക്കാം. What is biology? Biology is the branch of science that deals with the study of living organism. Living organismത്തിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബയോളജി എന്ന് പറയാം. അപ്പോൾ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ, അത് പക്ഷികളാവാം, മൃഗങ്ങളാവാം, മനുഷ്യരാവാം, മൈക്രോ ഓർഗാനിസംസ് ആവാം, അതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോളജി. അപ്പോൾ ഈ ലിവിങ് ഓർഗാനിസത്തിന് കുറച്ച് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഗ്രോത്ത്, ന്യൂട്രീഷൻ, reproduction, etc. ഗ്രോത്ത്, ന്യൂട്രീഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിന്നെ വലുതാകും, വളർച്ച, അതാണ് ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വളരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സെവറൽ ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, അതാണ് ന്യൂട്രീഷൻ. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? റീപ്രൊഡക്ഷൻ എന്ന് പറയാം. പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ്. നെക്സ്റ്റ് ഓഫ് സ്പ്രിങ്സ് എന്താന്നുള്ളത് നോക്കാം. ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ യങ്ങർ ക്രിയേഷൻസ്. ഓഫ് സ്പ്രിങ്സ് അഥവാ യങ്ങർ ക്രിയേഷൻസ്. അഥവാ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബേബീസ് എന്ന് പറയും. ഈ ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എന്താണ്? ലിവിങ് ഓർഗാനിസത്തിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ. പിന്നെ ഇതിൽ റീപ്രൊഡക്ഷന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു കഴിവ് ലിവിങ് ഓർഗാനിസത്തിന് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഇങ്ങനെ അതിന്റെ ജനറേഷൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? റീപ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ എബിലിറ്റി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അടുത്ത തലമുറ വരില്ല. അപ്പൊ നമ്മളെ പാരന്റ്സിൽ നിന്ന് നമ്മൾ ഉണ്ടായി, അതുപോലെ നമ്മളിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാകും. അപ്പൊ ആ ഒരു ജനറേഷന്റെ കണ്ടിന്യൂറ്റി അവിടെ നിന്ന് പോകും, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ അവിടെ ഇല്ലെങ്കിൽ. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, റീപ്രൊഡക്ഷൻ മെയിൻലി ടു ടൈപ്സ് ആണുള്ളത്: സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. Sexual reproduction and asexual reproduction. Sexual reproduction എന്താണ്? Two parents involved ആണ്. Two parents involved, one male and female. ഒരു മെയിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫിമെയിലും ഉണ്ടാവും. എന്നിട്ട് അവിടെ ഫ്യൂഷൻ ഓഫ് ഗമീസ്, മെയിൽ ഗമീറ്റ്സും ഫിമെയിൽ ഗമീറ്റ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാവുക? പുതിയ തലമുറ ഉണ്ടാവുക. അതായത് മെയിൽ ഗമീറ്റ്സും അതുപോലെ ഫിമെയിൽ ഗമീറ്റ്സും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകും. അങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സിംഗിൾ പാരന്റ് ആയിരിക്കും ഉണ്ടാവുക. സിംഗിൾ പാരന്റ് ഇൻവോൾവ്, mainly on single celled organisms. ഓക്കെ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഒരു ഫിമെയിൽ ഒരു മെയിൽ വേണമെന്നില്ല, ഒറ്റ ഒരു പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതന്നെ. പിന്നെ എന്താണ്? സിംഗിൾ സെൽഡ് ഓർഗാനിസം. സിംഗിൾ സെൽഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്തെന്ന് പറയാം? സിംഗിൾ സെൽഡ് ഓർഗാനിസം എന്ന് പറയും. സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനിമൽസ്, ബേർഡ്സിലൊക്കെയാണ് എന്ത് സംഭവിക്കുക? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുക. പിന്നെ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ എപ്പോഴും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കൂടുതലായിട്ടും ഉണ്ടാവുക.
നമുക്ക് ഈ സെക്ഷൽ റീപ്രൊഡക്ഷനെ നമ്മൾ ഒരു പിക്ചറിൽ റെപ്രസെന്റ് ചെയ്യാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ആദ്യം മെയിലുള്ള എഗ്സ്, മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗും അതുപോലെ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗും അതുപോലെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസും കൂടെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് പിന്നെ ഫ്യൂസ് ആയിട്ട് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ദെൻ അതിന്റെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ പിന്നെ അവയവങ്ങളൊക്കെ രൂപപ്പെട്ട ഒരു കംപ്ലീറ്റ് ബേബി ആയിട്ട് മാറും. അങ്ങനെ ഡെലിവറി നടക്കും. അങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. നെക്സ്റ്റ് നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് പറയാം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ കുറെ മെത്തേഡ്സ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. മെയിൻലി ബഡ്ഡിങ്, ബൈനറി ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ. 3 മെത്തേഡ്സ് ആണ്. ബഡ്ഡിങ്, ബൈനറി ഫിഷന്, അതുപോലെ തന്നെ ഫ്രാഗ്മെന്റേഷന്. അതിൽ ഫസ്റ്റ് ബഡ്ഡിങ് നടക്കുന്നത് അമീബയിലാണ്, ഈസ്റ്റിലാണ് ബഡ്ഡിങ് വരുന്നത്. അതിലാദ്യം ഇതൊരു പാരന്റ് സെൽ ആണെങ്കിൽ ഇതൊരു പാരന്റ് സെല്ലാണ്. ഇതൊരു പാരന്റ് സെല്ലാണ്. പാരന്റ് സെല്ലിന്റെ നടുവിലുള്ളതാണ് ന്യൂക്ലിയസ്. ചുറ്റും ഉള്ള പിന്നെ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ് എന്ത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ഇവിടെ ചെറിയ ഒരു ബഡ് ഡെവലപ്പ് ചെയ്തിട്ട് വരും. ഓക്കെ, ദെൻ ആ ബഡ് ഇങ്ങനെ കുറച്ചും കൂടെ വലുതായിട്ട് മാറും. എന്നിട്ട് ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യപ്പെടുക എന്താണ്? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് എന്ത് ചെയ്യപ്പെടും? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യപ്പെടും. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ന്യൂക്ലിയസും അതുപോലെ തന്നെ ഇതിലൊരു ന്യൂക്ലിയസും ആയിട്ട് മാറും. എഗെയിൻ എന്ത് ചെയ്യപ്പെടും? ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഇതിപ്പോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്താണ്? ഇവിടെ ഒരു പാരന്റ് സെല്ലാണുള്ളത്. ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഒരു പാരന്റ് സെല്ലും അതുപോലെ തന്നെ ഒരു ഡോട്ടർ സെല്ലും ഉണ്ടായി. പാരന്റ് സെൽ ആൻഡ് ഡോട്ടർ സെൽ. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഒരു ഓർഗാനിസം രണ്ടായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബൈനറി ഫിഷൻ.
ബൈനറി ഫിഷൻ. ഫസ്റ്റ് ഇതെന്താണ്? ഇത് പാരന്റ് സെല്ലാണ്. ഈ പാരന്റ് സെല്ലിന്റെ നടുവിൽ ഒരു ഡിവിഷൻ പോലെ ഒരു സെപ്റ്റം എന്നാണ് പറയാ. അങ്ങനെ ഒരു ഡിവിഷൻ, അത് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പാരന്റ് സെല്ല് കാണിക്കും. അങ്ങനെ ഫസ്റ്റ് ഈ ഡിവിഷന് ശേഷം ഫസ്റ്റ് ഡിവൈഡ് ചെയ്യപ്പെടുക ന്യൂക്ലിയസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയസ് ആണ് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യപ്പെടുക. അങ്ങനെ ന്യൂക്ലിയസ് രണ്ടെണ്ണമായിട്ട് മാറും. ദെൻ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ട് 2 ഓർഗാനിസം ആയിട്ട് മാറും. അപ്പൊ ഫസ്റ്റ് ഒരു ഓർഗാനിസത്തിൽ നിന്ന് 2 ഡോട്ടർ സെൽസ്, അതായത് ഒരു പാരന്റ് സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ. പിന്നെ വരുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ വരുന്നത് ഇപ്പൊ ഒരു ഓർഗാനിസം ആണെങ്കിൽ അത് 2 ഫ്രാഗ്മെന്റുകളായിട്ട് മാറും. ഒരു ഓർഗാനിസം 2 ഓർഗാനിസം ആയിട്ട് 2 ഫ്രാഗ്മെന്റ് ആയിട്ട് ഒരു ചിലപ്പം ഒരു ഈക്വൽ സൈസിലൊന്നും അല്ല, ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യപ്പെടുക. അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. ഇപ്പൊ ഈച്ച് ഫ്രാഗ്മെന്റും എന്താ ചെയ്യപ്പെടും? ഓരോ ഫ്രാഗ്മെന്റും പുതിയൊരു ഓർഗാനിസം ആയിട്ട് വളരും. ഓക്കെ. ഇത്രയാണ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.